ഇന്ന് മെയ് 29. ഇന്ന് എല്ലാ ഇൻഡെക്സുകളിലും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാ ഇൻഡെക്സുകളിലെയും മന്ത്ലി എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്ന് നമുക്കറിയാം മന്ത്ലി എക്സ്പയറി ഡേയിൽ അല്ലെങ്കിൽ വീക്ക്ലി എക്സ്പയറി ഡേയിൽ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ മാർക്കറ്റ് ക്ലോസിങ് നമുക്കറിയാം OTM ആയിട്ടുള്ള സ്ട്രൈക്കുകളുടെ എല്ലാം പ്രീമിയം മെൽട്ടായിട്ട് 0 ആവും. പക്ഷേ ചില സമയത്ത് ലാസ്റ്റ്, അതായത് അവസാനത്തെ ഒരു അരമണിക്കൂറിൽ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് ചിലപ്പം 10 രൂപയിലൊക്കെ താഴെയുള്ള സ്ട്രൈക്കുകളുടെയൊക്കെ പ്രീമിയം, അതായത് 2 രൂപ 3 രൂപയിലൊക്കെ കിടക്കുന്ന സ്ട്രൈക്കിൻ്റെ ഒക്കെ പ്രീമിയം അവസാന നിമിഷം ചിലപ്പം അത് ഇന്ദമണി ആയി കഴിയുമ്പോഴത്തേനും 2 രൂപയിൽ നിന്നും 3 രൂപയിൽ നിന്നും 1 രൂപയിൽ നിന്നൊക്കെ 50 രൂപയും 100 രൂപ ഒക്കെ ആണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇന്ന് ട്രേഡ് ചെയ്തുള്ള ആൾക്കാർക്ക് അറിയാം, അവസാനത്തെ ഒരു അരമണിക്കൂറിൽ, അതായത് 3 മണിക്ക് 2:50 ശേഷം നിഫ്റ്റിയിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ബൗൺസ് ഉണ്ടായി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ആ ഒരു ദിവസത്തെ പ്രൈസ് ആക്ഷൻ ആണ്. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇന്നലത്തെ ഡേ ഹൈക്ക് അടുത്തായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഓപ്പണിങ്ങിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനിപ്പം കുറച്ച് പ്രൈസ് ആക്ഷനായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇന്നലത്തെ ഡേ ഹൈക്ക് അടുത്താണ്. അപ്പം ആ ഡേ ഹൈ ആ ലെവൽ എന്ന് പറയുന്നത്, നമ്മളിപ്പം പ്രീവിയസ് ഡേകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇന്നലത്തെ ഡേ ഹൈ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ പ്രീവിയസ് ഡേയിലെ ചാർട്ടിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ഈ ഡേ ഹൈ എന്ന് പറയുന്നത് 2 തവണ ഷാർപ്പായിട്ട് റിജക്ഷൻ വന്ന ലെവലാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വരച്ചിടുന്നത്, അതായത് ഇതാണ് ഫസ്റ്റ് ടൈം ഈ ലെവലിൽ റിജക്ഷൻ വന്നു. വീണ്ടും അടുത്ത ദിവസം വീണ്ടും അവിടെ ആ ലെവലിൽ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് വീണ്ടും റിജക്ഷൻ വന്നു. ഇന്ന് വീണ്ടും മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് എവിടെയാണ്, ഏകദേശം ആ ലെവലിന് അടുത്തായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത് 5 മിനിറ്റ് ചാർട്ടാണ് നിഫ്റ്റിയുടെ നിങ്ങൾ കാണുന്നത്. അപ്പം ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലാണ്, ലോങ് അപ്പർ വീക്ക് ഉണ്ട് ഇതിന്. അപ്പം അവിടുന്ന് വീണ്ടും ഈ 2 തവണ റിജക്ഷൻ വന്ന ലെവലിന് അടുത്ത് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും വീണ്ടും അവിടുന്ന് ഒരു റിജക്ഷൻ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് കിട്ടി. രണ്ടാമത്തെ ക്യാൻഡിൽ ഒരു ലോങ് ബോഡിയുള്ള ഒരു റെഡ് ക്യാൻഡിലാണ്, അതിനും ഒരു ലോങ് അപ്പർ വീക്ക് ഉണ്ട്. അതും PDHൽ നിന്ന് രണ്ടാമത് വീണ്ടും റിജക്ഷൻ വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി, അതായത് ഈ ലെവല് ഓൾറെഡി സെല്ലേഴ്സ് വളരെ ആക്റ്റീവായിട്ട് സെല്ല് ചെയ്യുന്ന ലെവലാണ് നമുക്ക് അറിയാമായിരുന്നു പ്രീവിയസ് ഡേയിൽ നിന്ന്. വീണ്ടും ഇന്ന് മാർക്കറ്റിന് ഓപ്പണിങ്ങിൽ വീണ്ടും ഇതിനടുത്ത് ഓപ്പൺ ചെയ്ത് വീണ്ടും ഒരു സെല്ലിങ് വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി, അതായത് ഇവിടെ വളരെ ആക്റ്റീവായിട്ട് സെല്ലേഴ്സ് ഉണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഒരു ചെറിയൊരു ബൗൺസ് തന്നു. വീണ്ടും ഈ ലെവലിന് അടുത്തോട്ട് മാർക്കറ്റ് വന്നപ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് വീണ്ടും ഈ ഒരു PDHന് അടുത്തോട്ട് മാർക്കറ്റ്, അതായത് ഈ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ലെവലിന് അടുത്തോട്ട് വന്നപ്പോഴത്തേനും അവിടെ ടച്ച് ചെയ്തില്ല, അതിന് മുന്നേ തന്നെ അവിടുന്ന് റിജക്ഷൻ ആയി മാർക്കറ്റ് വീണ്ടും ഹെവി ആയിട്ട് താഴോട്ട് പോയി. അപ്പൊ നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പലപ്പോഴും ഒരു കൺവിക്ഷൻ കിട്ടും, നമ്മൾ ഏത് ഡയറക്ഷനിൽ, അതായത് നമ്മൾ കോൾ സൈഡിലോട്ട് പോകണോ അല്ലെങ്കിൽ പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി എടുക്കണോ എന്നുള്ളൊരു കൺവിക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആദ്യത്തെ സെല്ലിങ്, അതായത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സെല്ലിങ് ഇതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് ഇതാണ് ആദ്യത്തെ സെല്ലിങ് നടന്നത്. അതിനുശേഷം ചെറിയൊരു റിക്കവറി നടന്നു, വീണ്ടും ആ ലെവലിൽ നിന്ന് വീണ്ടും സെല്ലിങ് വന്നു. അപ്പം ഈ രണ്ടാമത്തെ സെല്ലിങ് നിങ്ങൾ നോക്കുക, അതായത് ആദ്യത്തെ സെല്ലിങ് ഏകദേശം 45-50 പോയിന്റ് അടുത്ത സെല്ലിങ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ രണ്ടാമത്തെ സെല്ലിങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ ലെവലിൽ നമ്മൾ സെല്ലിങ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെവൽ വരെ ഏകദേശം 110-120 പോയിന്റ്, അതായത് ഇവിടെ 45-50 പോയിന്റ് സെല്ലാണ് ആദ്യത്തെ സ്വിങ്ങിൽ നടന്നെങ്കിൽ രണ്ടാമത്തെ സ്വിങ്ങിൽ, അതായത് ആദ്യത്തെ സെല്ലിങ്ങിന് ശേഷം ചെറിയൊരു ബൈങ് നടന്നു. അതായത് ബയേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യാൻ മേളിലോട്ട്, പക്ഷെ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് രണ്ടാമത് നടന്നത്. അപ്പം ആദ്യം നടന്ന സെല്ലിങ്ങിന്റെ ഒരു ഏകദേശം ഒരു 2-3 ഇരട്ടിയോളമാണ് രണ്ടാമത്തെ സെല്ലിങ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇത് തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് നമുക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ നമുക്കൊരു ഡിസിഷൻ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതായത്
ചാർട്ട് റീഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചാർട്ടിൽ നിന്നും നമുക്ക്, അതായത് അവിടെ ബയേഴ്സ് ആണോ സ്ട്രോങ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ആണോ സ്ട്രോങ്, അപ്പം ഈ ഒരു കാര്യം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ഏത് സൈഡിലോട്ട് നമുക്ക് എന്ത് എടുക്കണം എന്നുള്ളതിനെ പറ്റിയെങ്കിലും നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഈ ഒരു കാൻഡിൽ സ്റ്റിക്കിന്റെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സെല്ലേഴ്സ് ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്യുകയാണ്. അതപ്പം ആദ്യത്തെ സെല്ലിങ് നടന്നു, അതിനുശേഷം രണ്ടാമത്തെ സെല്ലിംഗ് എന്ന് പറയുന്ന ആദ്യം നടന്ന സെല്ലിങ്ങിനെ കഴിഞ്ഞ് 3 ഇരട്ടിയാണ് രണ്ടാമത്തെ സെല്ലിംഗ് നടന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ സെല്ലിംഗ് നടക്കുമ്പോഴത്തേനും നമുക്ക് ഒരു റിവേഴ്സൽ, അതായത് ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറുവോ അല്ലയോ, അപ്പം നമ്മൾ കോൾ സൈഡിലോട്ട് പോകണോ അതോ വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത പ്രൈസ് ആക്ഷൻ എന്നുള്ളതാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. അപ്പം മാർക്കറ്റ് രണ്ടാമത്തെ ഹ്യൂജ് സെല്ലിംഗ് വീണ്ടും നടന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് നിഫ്റ്റി ഓൾറെഡി മെയ് 27 ചൊവ്വാഴ്ച ഷാർപ്പായിട്ടൊരു ബൈങ് നടന്ന ലെവൽ വന്നപ്പോഴത്തേനും ആ ഒരു സെല്ലിംഗ് അവിടെ സ്റ്റോപ്പ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇനിയും ആസ് എ പ്രൈസ് ആക്ഷൻ ട്രേഡർ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബയർ ആയിട്ടുള്ള നമ്മൾ പിന്നെ നോക്കേണ്ടത് ഈ ഒരു ലെവല് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് നിഫ്റ്റിയിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ബൈ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് നമുക്ക് ആദ്യം ഒരു സെല്ലിംഗ് നടന്നു PDS നിന്നും, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബൗൺസ് ബയേഴ്സ് ഒന്ന് ശ്രമിച്ചു നോക്കി മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ, പക്ഷെ അവിടെ ഫെയിലായി. വീണ്ടും അതിനെ കഴിഞ്ഞും ശക്തമായിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോവുക ചെയ്തു. അത് 3 ഇരട്ടിയിലാണ് ഫോൾ. ആദ്യത്തെ ഫോളിനെ കഴിഞ്ഞ് 3 ഇരട്ടി ഫോള്. അതിനുശേഷം മാർക്കറ്റിന്റെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാർക്കറ്റിന്റെ ആ ഒരു ഫോൾ അവിടെ നിന്നു. അപ്പം ഇനിയും നമുക്ക് നമ്മൾ ആസ് എ ഒരു ഓപ്ഷൻ ബയർ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഈ ലെവലിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അടുത്ത വെയിറ്റ് ചെയ്യേണ്ടത്, ഇനിയിപ്പോ ചാടിക്കറി അന്നേരം ഇതൊരു സ്ട്രോങ് ബൈ ലെവൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കറി നമ്മൾ ഇവിടെ മേടിക്കുകയല്ല ചെയ്യേണ്ടത്. അതായത് ഒരു അരമണിക്കൂറെങ്കിലും ഈ ലെവലിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, പ്രീവിയസ് ആയിട്ട് അതിന് തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിങ് ഹൈ എങ്കിലും മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിങ് ഹൈ ഇതാണ്. അപ്പൊ മാർക്കറ്റ് ഈ ലെവല് സപ്പോർട്ട് എടുത്തിട്ട് ഇത് സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ലെവലിൽ ഇതിനെ പോലെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒന്ന് ബൗൺസ് ചെയ്ത് ബയേഴ്സ് ഒന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ നമുക്ക് ഒരു കോൾ ഓപ്ഷൻ പിന്നീട് നമുക്ക് പരിഗണിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഹൈ എങ്കിലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. പക്ഷെ അത് ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചില്ല. വീണ്ടും മാർക്കറ്റ് ഷാർപ്പായിട്ട് വീണ്ടും സെല്ലിങ് നടന്നു ഇവിടെ. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒരു സെല്ലിങ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റിന് വന്നെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, ഈ 12:30 എന്തുകൊണ്ടാണ് ഇവിടെ സെല്ലിങ് വന്നെന്ന് അറിയണമെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കൂടെ നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കൂടെ നോക്കാം. അപ്പം ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 12:30 ആ ഒരു സെല്ലിംഗ് വന്നു വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി PDL ബ്രേക്ക് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ PDLന്റെ റീടെസ്റ്റ് റെസിസ്റ്റൻസ് വന്നതുകൊണ്ടാണ് നിഫ്റ്റിയിൽ ആ സമയത്ത് വീണ്ടും ഒരു ശക്തമായിട്ടുള്ള സെല്ലിംഗ് വന്നത്. അതായത് ഈ ഒരു നിഫ്റ്റി PDLന് മുകളിൽ കയറിയെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ബാങ്ക് നിഫ്റ്റി അതിന്റെ PDLന് താഴെ PDLന് താഴെ തൊട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന്റെ PDL റീടെസ്റ്റ് വന്നപ്പോഴത്തേനാണ് നിഫ്റ്റിയിലും ഈ ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും വന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്, വീണ്ടും ഇവിടെ വന്നപ്പോഴത്തേനും, അതായത് ഈ ലെവൽ വന്നപ്പോഴത്തേനും നിഫ്റ്റിയിൽ ഷാർപ്പായിട്ടുള്ളൊരു ബൗൺസ് വന്നു. അപ്പൊ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് മാത്രം നോക്കിയാൽ നമുക്ക് ഒരിക്കലും ഇതെന്തുകൊണ്ടാണ് ഇവിടുന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈങ് ഒന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഇവിടെ ഇടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്തു അല്ലെ, ഈ ലെവലും കൂടെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി താഴോട്ട് പോയത്. പക്ഷെ അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് തിരിച്ചു കയറി. അപ്പൊ നമ്മൾ ഇടത്തോട്ട് നോക്കിയാൽ പോലും നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ട്രോങ് ആയിട്ട് ഈ ഒരു ലെവല് സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി പോയായിട്ടുള്ള ലെവൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ലെവല് വന്നപ്പോഴത്തേനും ഇവിടെ നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ബൈ വന്നെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ബാങ്കിങ് സ്റ്റോക്കിനാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ, അതായത് ഈ ഒരു ഫോളിന് ശേഷം
ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്തത് 12.40 അതായത് ഈ ഒരു ക്യാൻഡിൽ 12.40 ക്യാൻഡിലാണ്. നിങ്ങൾ ഈ സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ 12.40 ക്യാൻഡിൽ. അപ്പൊ ബാങ്ക് നിഫ്റ്റി എവിടെയാണ് സപ്പോർട്ട് എടുത്ത് നിങ്ങൾ നോക്കിയേ. അതായത് ഈ ലെവൽ കണ്ടോ, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു സ്ട്രോങ് ബൗൺസ് നടന്ന ലെവലിൽ ബാങ്ക് നിഫ്റ്റി എത്തിയപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് അപ്മൂവ്മെന്റ് നടന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ബാങ്കിങ് സ്റ്റോക്സിനായതുകൊണ്ട് നിഫ്റ്റി ആ സമയത്ത് നിഫ്റ്റിക്ക് ഇവിടെ, അതായത് നമ്മളിപ്പം ഞാനിപ്പോ പറഞ്ഞ പോലെ നിഫ്റ്റിക്ക് ഈ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഈ ഒരു സമയത്ത് നിഫ്റ്റിക്ക് കിട്ടിയത് കൊണ്ടാണ് ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ളൊരു ബൗൺസ് നടന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, അതായത് ഈ ഒരു ബിഗ് ഗ്രീൻ ക്യാൻഡില് ഈ ഒരു സ്വിംഗ് ഹൈയെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട് മേളിലോട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പി ഡി എല്ലോട്ട് വന്നിട്ട് ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ളൊരു ബൗൺസ് അവസാനം, അതായത് അതായത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 2:10 വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് കയറിപ്പോയി. അതിനുശേഷം 2:50 കഴിഞ്ഞപ്പോഴത്തേനും മാർക്കറ്റ് ഷാർപ്പായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പം ഈ 2:50 നമ്മൾ ഈ ഒരു സമയത്ത് 24,750 എന്ന് പറയുന്നതാണ് ഏകദേശം ആ സമയത്തെ അറ്റ് ദ മണി സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ പ്രീമിയം ചാർട്ടിനകത്ത് നിങ്ങൾ ഇതിപ്പം ഇത് ഈ ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് 24 സ്ട്രൈക്കാണ് നിഫ്റ്റി ബാങ്ക്. ഞാനിപ്പം 24,750 സ്ട്രൈക്കിന്റെ പ്രീമിയം കാണിച്ചു തരാം. അതായത് ഇത് 24,750 സിയുടെ പ്രീമിയം ചാർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം ലെവല്. അതായത് ഇത് കണ്ടോ, ഈ ഒരു 2:50 മണി സമയം 2:50 ആയപ്പോഴത്തേനും ഈ 24,750 കോൾ ഓപ്ഷന്റെ സ്ട്രൈക്കിന്റെ പ്രൈസ് ഏകദേശം 9 രൂപ അല്ലെങ്കിൽ 10 രൂപയ്ക്ക് അടുത്ത് കിടന്നതാണ്. അത് ആ നിഫ്റ്റിയിൽ ഷാർപ്പായിട്ടുള്ള ഒരു ബൗൺസ് ആയപ്പോഴത്തേനും ഈ ഒരു 24,750 ഇത് സ്ലൈറ്റ്ലി ഈ ഒരു സമയത്ത്, അതായത് ഇതാണ് ആ സമയം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 2:50. അതായത് ഈ ഒരു സമയത്ത് ഇത് കൃത്യം അർദ്ധമണിയാണ്. 24,750 എന്ന് പറയുന്നത് കൃത്യം അർദ്ധമണിയാണ് ഈ ഒരു സമയത്ത്. ഇവിടുന്ന് ഷാർപ്പായിട്ട് ഇത്രയും കയറി കഴിഞ്ഞപ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്, അതായത് ഇത് ഇന്ദമണിയായിട്ട് മാറി. അതായത് ഇത് ഈ ഒരു 10 രൂപ കിടന്ന പ്രീമിയം 2:50 ആയപ്പോഴത്തേനും 10 രൂപയ്ക്ക് അടുത്ത് കിടന്ന പ്രീമിയം ക്ലോസ് ചെയ്യുമ്പോഴും 83 രൂപ നിൽക്കുകയാണ്. അതായത് ഏകദേശം 70 രൂപയാണ് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ഒരു പ്രീമിയത്തിൽ, ഈ ഒരു സ്ട്രൈക്കിന്റെ പ്രീമിയത്തിൽ ഒരു വർധനവുണ്ടായത്. അപ്പം ഇതാണ് നമ്മൾ സീറോ ടു ഹീറോ, അതായത് ഓപ്ഷൻ നമ്മൾ എക്സ്പയറി ഡേയിൽ സീറോ ടു ഹീറോ എന്നൊക്കെ പറയും. അതായത് വളരെ ചെറിയ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിൽ കിടക്കുന്ന സ്ട്രൈക്കുകളൊക്കെ പെട്ടെന്ന് അവസാന മാർക്കറ്റ് ക്ലോസ് ചെയ്യാറാകുമ്പോഴത്തേനും ഇന്ദമണി ആയി കഴിയുമ്പോഴത്തേനും സംഭവിക്കുന്ന കാര്യമാണിത്. അപ്പം ഇത്രയും മാർക്കറ്റ്, അപ്പം അതുവരെ ഔട്ട് ഓഫ് ദ മണി ആയിരുന്ന സ്ട്രൈക്കുകളൊക്കെ ഇന്ദമണി ആയി കഴിയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും സെല്ലേഴ്സിന് അത് കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അവർ ഫാസ്റ്റ് ആയിട്ട് കവർ ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് പ്രൈസ് അങ്ങോട്ട് വളരെ ഷാർപ്പായിട്ട് ഷൂട്ടപ്പ് ചെയ്യും. അപ്പം ഇത് നമുക്ക് എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യാനായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ഇത് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞൊരു പാറ്റേണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് റൈസ് ചെയ്യുമ്പോഴത്തേനും ഒരു ഹൈറ്റ് റിവേഴ്സ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഹെഡ് ആൻഡ് ഷോൾഡർ. അതായത് മാർക്കറ്റിൽ ഒരു റൈസ് ഉണ്ടായി, അതിനുശേഷം ഒരു റാലി ഉണ്ടായതിനു ശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്ന പാറ്റേണിനെയാണ്, അതായത് ഒരു ബിയറിഷ് പാറ്റേണിനെയാണ് നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞ ഒരു പാറ്റേണിനെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. അതായത് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഫോൾ ഉണ്ടായതിനു ശേഷം ആ ഫോള് കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് വീണ്ടും ബൗൺസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ന്
ഈ നിഫ്റ്റിയിൽ ഇന്നിപ്പോ ഈ മന്ത്ലി എക്സ്പയറി ഡേയിൽ നിഫ്റ്റിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നേരത്തെ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലൈവ് മാർക്കറ്റിൽ ഇങ്ങനത്തെ പാറ്റേൺസ് ഫോം ചെയ്യുമ്പോഴത്തെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുകയും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒരു കൺവിക്ഷനോട് കൂടി ചിലപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു സൈഡിലോട്ട് നമുക്ക് എൻട്രി എടുക്കാനും പറ്റും. ഇപ്പം നിങ്ങളിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഈ ഒരു പാറ്റേൺ ഇവിടെ ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. അതായത് ഇതാണ് ആദ്യത്തെ ഫോള്, അതിനുശേഷം ഒരു ചെറിയൊരു ബൗൺസ് നടന്നു, റിക്കവറി, അതിനുശേഷം വീണ്ടും ഒരു ഫോള്, ഷാർപ്പായിട്ടുള്ള ഫോള് നടന്നു, അതിനുശേഷം ഉടനെ തന്നെ ആ ഒരു ഫോള് വീണ്ടും തിരിച്ച് ഒന്നുകൂടെ വരയ്ക്കാതെ ആദ്യം വരച്ചിട്ടത് ആദ്യത്തെ ഫോള്, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബൗൺസ്, വീണ്ടും ഒരു ഷാർപ്പ് ഫോള്, അതിനുശേഷം വീണ്ടും ഒരു ഫോള്, അതിനുശേഷം വീണ്ടും ഒരു ചെറിയൊരു കറക്ഷൻ വന്നു, അതിനുശേഷം വീണ്ടും ഷാർപ്പായിട്ട് റൈസ് ചെയ്തു. അപ്പം ഇതാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് ഇതാണ് ഇതാണ് ഒരു ഷോൾഡർ, ഇത് രണ്ടാമത്തെ ഷോൾഡർ, ഇതാണ് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. അപ്പം ഇതൊക്കെ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിനെ പറ്റി അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇതൊരു ബുള്ളിഷ് പാറ്റേൺ ആണെന്ന് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇതൊരു കോൾ സൈഡിലോട്ട് നമുക്ക് എൻട്രി എടുത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എപ്പോഴും ഇതുപോലെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കത്തില്ല. ഇതിപ്പോ വളരെ വ്യക്തമായിട്ട് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്താണെന്ന് അറിയാൻ മേലാത്ത ആൾക്കാർ ദയവായിട്ട് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോഴത്തേനും നിങ്ങൾക്ക് പല രീതിയിലുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ്, അതായത് ഒരിക്കലും ലൈവ് മാർക്കറ്റിൽ ഫോം ചെയ്യുന്ന ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കത്തില്ല. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു നേരെ എല്ലാം കറക്റ്റ്, അതായത് എല്ലാ രണ്ട് ഷോൾഡറും കറക്റ്റ് പ്രൊപ്പോർഷനിലൊന്നും ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് കൂടുതൽ ഇത് അറിയാൻ മേലാത്ത ആൾക്കാർ ജസ്റ്റ് ദയവായിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുക. അപ്പോഴത്തെ നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് എങ്ങനെ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഫോം ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഞാനിപ്പോൾ ഇതിപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോഴത്തേന് നമുക്ക് കിട്ടിയ റിസൾട്ട് ആണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് ഒക്കെ എങ്ങനെയാണ് ചാർട്ടിൽ ഫോം ചെയ്യുന്നതും അത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറ്റിയൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇന്ന് കിട്ടും. അപ്പൊ ജസ്റ്റ് ഞാനിപ്പോൾ ഇന്നിപ്പം ഈ വീഡിയോക്കകത്ത് ഞാനിപ്പം ജസ്റ്റ് ഈ ഒരു ദിവസം ഈ മന്ത്ലി എക്സ്പയറി ഡേയിൽ ഈ ഒരു പാറ്റേൺ ഫോം ചെയ്തത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എടുക്കാമായിരുന്നു, ഇപ്പൊ എൻട്രി എടുക്കാമായിരുന്നു കോൾ സൈഡിലോട്ട് എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രമിച്ചത്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പം ഇതുപോലെ നമ്മൾ പ്രൈസ് ആക്ഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ചാർട്ടിൽ നിന്ന് നമുക്ക് ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ക്യാൻഡിലുകൾ നമ്മൾക്ക് എന്താണ് നമുക്ക് തരുന്ന സിഗ്നൽ എന്ന് മനസ്സിലാക്കി നമ്മൾ കൂടുതൽ നമ്മുടെ ചാർട്ട് റീഡിങ് എബിലിറ്റി നമ്മൾ വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ, ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നമുക്ക് കൺവിക്ഷനോട് കൂടി എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിങ് കൂടുതൽ പഠിക്കുക. ഇൻഡിക്കേറ്ററുകൾ കഴിവതും ഒഴിവാക്കി തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് പരിശീലിക്കുക, പഠിക്കുക. എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്ററിൽ നമ്മൾ എപ്പോഴും റിലേ പോയി കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കിയ ആള് അത് വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മാർക്കറ്റും ഡൈനാമിക്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇൻഡിക്കേറ്റർ കഴിവതും ഒഴിവാക്കി പ്യുവറായിട്ടുള്ള പ്രൈസ് ആക്ഷൻ കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജുവലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ചാർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എൻട്രി എടുക്കുന്ന സമയത്ത് ആരാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്, ബയേഴ്സ് ആണോ ഡൊമിനേറ്റ് ചെയ്യുന്നത്, സെല്ലേഴ്സ് ആണോ ഡൊമിനേറ്റ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കോൾ ഓപ്ഷൻ സൈഡിലോട്ടാണോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സൈഡിലോട്ടാണോ എൻട്രി എടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ചാർട്ട് എന്താണ്, ആരാണ് ഇപ്പം ഡൊമിനേറ്റ് ചെയ്യുന്നത്, സെല്ലർ ആണോ ബയർ ആണോ, അപ്പം ഇത് നമ്മൾ ദയവായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന പല രീതിയിലുള്ള ചാർട്ട് പാറ്റേൺസ്. അപ്പൊ ഡബിൾ ടോപ്പ് ആവാം, ട്രിപ്പിൾ ടോപ്പ് ആവാം, ഡബിൾ ബോട്ടം ആവാം, ട്രിപ്പിൾ ബോട്ടം ഉണ്ട്, അല്ലെങ്കിൽ ഡബ്ല്യു പാറ്റേൺ, എൻ പാറ്റേൺ. അപ്പൊ അങ്ങനെ പല പാറ്റേൺസ് ചാർട്ടിലൊക്കെ ഫോം ചെയ്യുന്നതൊക്കെ നിങ്ങളും വളരെ ശ്രദ്ധയോടെ വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഞാനിപ്പോ ഇന്നിപ്പോ പറഞ്ഞ പോലെ മാർക്കറ്റിന് ഓപ്പണിംഗിൽ
എപ്പോഴും ശ്രദ്ധിച്ചോണം. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെൽ ലെവലാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടുന്ന് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇതുപോലെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ്, ഇന്നിപ്പം അറിയാം, അതായത് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇന്നലത്തെ ഡേ ലോയ്ക്ക് അടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതോ ഇന്നലത്തെ റേഞ്ചിനകത്ത് തന്നെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഇന്നലത്തെ പീഡിയസിനടുത്ത് ഓപ്പൺ ചെയ്തു. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴും ഒരു ഇതുപോലത്തെ ഒരു ഷാർപ്പായിട്ട് സെല്ലിംഗ് നടന്ന ലെവലിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടുന്ന് ഓപ്പണിംഗിൽ ഒരു സെല്ലിംഗ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. രണ്ട് കാര്യം ഇവിടെ സംഭവിക്കാം. ഒന്നുകിൽ അവിടുന്ന് ഒരു സെല്ലിംഗ് നടന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു സെല്ലിംഗ് ക്യാൻഡലിന്റെ ഹൈയെ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് മേളിലോട്ട് പോകണം. അപ്പൊ നമുക്ക് ഇങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ഇമ്മീഡിയറ്റ്ലി ഒരു കോൾ സെല്ലോട്ട് എൻട്രി എടുക്കണമെങ്കിൽ ഈ ഒരു ഇന്നലത്തെ ഹൈ കട്ട് ചെയ്ത് മേളിലോട്ട് പോയിട്ട് അവിടെ ഒരു 1.5-3 മണിക്കൂറെങ്കിലും സസ്റ്റെയിൻ ചെയ്യാതെ മാത്രമേ നമുക്കൊരു കോൾ സെല്ലോട്ട് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ ഒരു സെല്ലിംഗ് നടക്കുമ്പോഴത്തേക്കും നമ്മൾ എൻട്രി എടുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ചാർട്ട് റീഡിങ്ങിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ദയവായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം വേണം. അപ്പം ഞാൻ എൻ്റെ കഴിവതും ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഞാൻ മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.